എല്ലാ കൂട്ടുകാരും വയനാട് വിഷിലോട്ട് സ്വാഗതം കേട്ടോ. ഫസ്റ്റ് തന്നെ ഒരു മീനിനാണ് അടിച്ച് കയറ്റുന്നത്, ഒരു ചെറു മീനിനെ അടിച്ച് കയറ്റുന്നത് കേട്ടോ. മൊത്തം 3 മീനിനെ പിടിക്കുന്നുണ്ട്. വീഡിയോ എന്തായാലും ഫുള്ളായിട്ടൊന്ന് കണ്ടോ കേട്ടോ. മീനടിച്ചിട്ട് ചെറുതടാ. മറ്റേ ചെറുമീനെ കണ്ടില്ലല്ലോ നീ? മറ്റേ ചെറുമീന് നമ്മളെ കേരള ചെറുമീന്, ആ കറുത്ത കുത്തു വരുന്നേ ഈ അനം ചെറുമീൻ ആദ്യമായിട്ടാ പിടിക്കുന്നത്. ഇവിടുന്ന് ഒരു മീൻ അടിക്കുന്നുണ്ട് കേട്ടോ, കണ്ടോക്ക്. അമ്മാരി അടിക്കുന്നത് ഈ കാസ്റ്റിലില്ല, രണ്ടാമത്തെ കാസ്റ്റ് ചെയ്യലിന്. ഇതൊന്ന് കാസ്റ്റ് ചെയ്ത് അടുത്ത രണ്ടാമത്തെ കാസ്റ്റ് ചെയ്യലിനൊക്കെ കയറി അടിക്കുന്ന കേട്ടോ. ഈ അമ്മാരി അടിക്കുന്നതെന്ന് നോക്കിട്ടോ. നല്ല സൈസുള്ള ചെറുമീൻ അവിടുന്ന് അടിക്കുന്ന എന്തായാലും. പക്ഷേ പിന്നെ ഉക്കപ്പ് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് ഡ്രാഗ് ലേശം ലൂസായിരുന്നു. നേരത്തെ ചെറിയ മീനിനെ അടിച്ചുകൊണ്ടിരുന്നത് നല്ല അടി കൊണ്ട്, ഇതിന് രണ്ടാമത് അടിച്ച ഹെവി മീനായതുകൊണ്ട് അടി കൊണ്ടില്ല. പക്ഷെ 3 മീൻ കിട്ടി കേട്ടോ. ക്യാമറ കറക്റ്റ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, പല സ്ഥലത്തു നിന്നായിട്ട് അടിച്ചതുകൊണ്ട് ആ കറക്റ്റ് ടൈമിന് വീഡിയോ എടുക്കാൻ പറ്റാണ്ടുള്ള അവസ്ഥയിൽ നിന്നുണ്ട്. 3 നല്ല സൈസുള്ള മീനാണ്, അതിലൊന്ന് ചെറിയ മീനാട്ടോ. ഒന്ന് ആദ്യമായിട്ട് അങ്ങനത്തെ ടൈപ്പ് മീൻ കിട്ടുന്നത്. 2 മീൻ നമ്മളെ വയനാട്ടിൽ കിട്ടുന്ന അതേ മീനാട്ടോ. 2 മീൻ കിട്ടിയത്. അതിൽ ഈ ഒരു വെറൈറ്റി ആദ്യമായിട്ടാണ് ഇവിടുന്ന് കിട്ടുന്നത്. ഇങ്ങനത്തെ മീൻ ഇവിടെ ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. ആദ്യമായിട്ട് പിടിക്കുന്ന മീനാട്ടോ ഞാൻ തന്നെ. ഇത് കേരളത്തിൽ ബാക്കി എല്ലാ സ്ഥലത്തും കിട്ടും, ഇങ്ങോട്ട് ഈ സാധനം അടിക്കുന്നില്ല. ഇതേ മീൻ തന്നെയാണ് നേരത്തെ സ്ട്രൈക്ക് ചെയ്തത്. നമ്മളിവിടുത്തെ മീൻ ഇത്ര പവർഫുള്ളായിട്ട് സ്ട്രൈക്ക് ചെയ്യില്ല. നമ്മളിങ്ങോട്ടുള്ള മീൻ എന്ത് ചെയ്യും, മെല്ലെ വന്നിട്ട് ഫ്രോഗ് എടുത്ത് പോക്കാം. ഇതേ അമ്മാരി അടിച്ചിട്ടാണ് പോയത് കേട്ടോ. ഞങ്ങളെ വയനാട് മാത്രം കിട്ടുന്ന മീനാട്ടോ ആ ഒരു കളറ് വരുന്നത്. ഇപ്പുറത്ത് മഞ്ഞയും ആ കറുപ്പ് കുത്തു വരുന്ന ആ ഒരു മീനാണ് കേരളത്തിൽ മൊത്തം സ്ഥലത്തും കിട്ടുന്നത്. ഇപ്പുറത്തുള്ള മീൻ വയനാട് മാത്രം കിട്ടുന്ന മീനാട്ടോ. അതല്ല അതിൻ്റെ വെറൈറ്റി. നമ്മളിങ്ങോട്ട് വെള്ള പുള്ളിയായിരിക്കും, അവരങ്ങോട്ട് കറുത്ത കുത്തായിരിക്കും. വെറൈറ്റി കേട്ടോ. കിട്ടിയ 3 നല്ല സൈസുള്ള മീൻ, അതിലൊന്ന് മാത്രം ലേശം ചെറുതായിട്ടുള്ളൂ, ആ വെറൈറ്റി ചെറുമീൻ. അതേപോലെ ഇത് ഫ്രോഗ് എടുക്കുന്നതും ഭയങ്കര സ്ട്രൈക്ക് ചെയ്തിട്ടെല്ലാം വന്നിട്ടുണ്ട്. ഇതിൻ്റെ തലയും മാറ്റമുണ്ട്. നമ്മളെ ഇവിടുത്തെ മീനിൻ്റെ തല കറക്റ്റ് റൗണ്ട് ഷേപ്പാണ് വരുന്നത്, അതിൻ്റെ ഒരു കൂർത്ത തലയാണ്. കഴുത്തിൻ്റെ അവിടെ നിന്ന് താഴോട്ടിങ്ങനെ കറക്റ്റ് പാമ്പിൻ്റെ തല പോലെ. ഞങ്ങളിങ്ങോട്ടുള്ള മീനിൻ്റെ ഇത് നോക്കിയാൽ തലയോടെല്ലാം ഏകദേശം ലെവലാണ്. അതിൻ്റെ അവിടെ നിന്ന് ഒരു ബെൻഡ തലേൻ്റെ അവിടെ നിന്ന്. ആദ്യമായിട്ട് ഈ മീൻ അടിക്കുന്നത് കറക്റ്റ് ഒരു പാമ്പിൻ്റെ തല പോലെ ഉണ്ട്. ഫ്രോഗ് അപ്പാടെ എടുത്ത് വിഴുങ്ങിക്കളയുന്നുണ്ട്. ഞങ്ങളിങ്ങോട്ട് അപൂർവ ഫ്രോഗെല്ലാം എടുത്ത് വിഴുങ്ങുള്ളൂ. കടിച്ച് അപ്പം തന്നെ ഒന്നില്ലെങ്കിൽ തുപ്പിക്കളി, അല്ലെങ്കിൽ അകത്തോട്ടെടുക്കുക. അകത്തോട്ടെടുക്കൽ ഇങ്ങോട്ടുള്ള ചെറുമീൻ അപൂർവ. അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ചെറുമീൻ ഫ്രോഗ് തേച്ച് അണ്ണാക്കിലെടുത്ത് കളഞ്ഞു. എമ്മാതിരി ഫൈറ്റ് ചെയ്യുന്നത്. ഫ്രോഗ് പിടിക്കുന്നതാണ് ഇത്. അപ്പാടും വന്ന് വിഴുങ്ങിക്കളയുന്ന കേട്ടോ ഫ്രോഗ്. അത് ഭയങ്കര സ്ട്രൈക്കാണ്, വെള്ളത്തിൽ അടിച്ച് വന്നിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ട് പിടിക്കുന്നത്. നമ്മളിവിടുത്തെ ചെറുമീൻ അപ്പാടെ ചെറിയ മീൻ വന്ന് പിടിച്ച പോലെ മെല്ലെ വന്ന് ഫ്രോഗും കടിച്ചിട്ട് പോക്കാം. എന്തായാലും പിടിക്കേണ്ട ഒരു ആഗ്രഹം കഴിഞ്ഞ്. ഈ ഒരു വെറൈറ്റി ചെറുമീനെ പിടിക്കണം എന്ന് കുറേ ആയി. വയനാട് കിട്ടാത്ത സാധനമല്ലേ, അതിനെയും പിടിച്ച്.